അയ്യോ അനീഷ് തോറ്റടാ. അനീഷ് തോറ്റു. എനിക്ക് അപ്പോഴേ തോന്നി ഇത് അവസാനം ഇങ്ങനെ തന്നെ ആവും. എന്നാലും ജനങ്ങളുടെ മനസ്സിൽ അനീഷ് അല്ലയോടാ ജയിച്ചത്. എല്ലാ ജനങ്ങളുടെ മനസ്സിൽ മാത്രമല്ല, യൂട്യൂബില്, ഫേസ്ബുക്കില്, ഇൻസ്റ്റാഗ്രാമില് എല്ലാ പോളും ജയിച്ചത് അനീഷ്. അതാ ഏറ്റവും കൂടുതൽ വോട്ടിൽ അൺഒഫീഷ്യലി ജയിച്ചത് അനീഷ്. ഇതിന്റെ അകത്ത് മാത്രം ജയിച്ചു. നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതൊരു പ്രീ പ്ലാൻഡ് ഷോയാണ്. ഇത് ഭയങ്കര ജെനുവിനിറ്റിയോ നിങ്ങളുടെ പ്രേക്ഷക വിധിയിലോ ഒന്നും പോകുന്നൊരു ഷോ അല്ല. അതിന് കൃത്യമായിട്ടൊരു ടീമുണ്ട്. ആ ടീമിന് ഒരു സ്ക്രിപ്റ്റ് പോലെയുള്ളൊരു പ്ലാനുണ്ട്. ആ പ്ലാനിനകത്ത് ആരൊക്കെ ജയിക്കും, ഏതൊക്കെ എങ്ങനെ നായകൻ, വില്ലൻ എന്നൊക്കെ ഒരു കൃത്യമായ ധാരണ അവർക്കുണ്ട്. നിങ്ങൾ ചെയ്യുന്ന വോട്ട് വെച്ച് അവർ ഇവരുടെ പ്രേക്ഷക പ്രീതി മനസ്സിലാക്കും. സോഷ്യൽ മീഡിയയിലെ ഇതിൻ്റെ പ്രധാന ഐറ്റം, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും തോറും അയാളെ അവരവിടെ നിലനിർത്തിക്കൊണ്ടേയിരിക്കും. ഇനി ആരെ നിലനിർത്തിയാലും ഇല്ലെങ്കിലും ഏറ്റവും ഒടുവിൽ ഒരാൾ ജയിക്കും. 75ാമത്തെ ദിവസം പോപ്പുലറായിട്ടുള്ളൊരു കണ്ടസ്റ്റൻറ്റിനെ എല്ലാ സീസണിലും പറഞ്ഞു വിടും. ഭയങ്കര പോപ്പുലറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ 2ാമത്തെ ആഴ്ച പറഞ്ഞു വിടും. ഇതെല്ലാം ഈ ഓരോ സീസണും എടുത്ത് നോക്കിയപ്പോൾ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇതതിൻ്റെ പാറ്റേൺ ആണ്. അതുകൊണ്ട് ഇതൊരു സീരിയലാണ്, പക്ഷേ റിയാലിറ്റി ഷോ എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിളമ്പുന്നേ ഉള്ളൂ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചെങ്കിലും ജന്മനാട്ടിൽ ഇന്ന് നമ്മുടെ അനീഷ് ഏട്ടന് കിട്ടിയ ഒരു സ്വീകരണം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് വേണം പറയാൻ വേണ്ടി. 10,000-കണക്കിന് ആൾക്കാരാണ് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അനീഷ് ഏട്ടനെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി കാത്തു നിന്നത് എന്നുള്ളതാണ്. അത്രയ്ക്കും വലിയ ആരവവും ആഘോഷങ്ങളും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കൺ തുറന്ന് കാണുക ബിഗ് ബോസും അതുപോലെ തന്നെ മോഹൻലാലും എന്ന് മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ആകാശത്തിലെ ഒരു നക്ഷത്രം മിന്നിത്തിളങ്ങുന്നത് പോലെ നമ്മുടെ അനീഷ് ഏട്ടൻ ഈ കേരളക്കരയിൽ മിന്നിത്തിളങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുമെന്നുള്ളത് ഞാൻ ഇതിന് മുന്നേ എൻ്റെ പല വീഡിയോയിൽ പറഞ്ഞിരുന്നു. തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ അത് ശരിവെക്കുന്നത് തന്നെയാണ് ഇന്ന് ജനങ്ങളുടെ ഒരു സ്വീകരണം അദ്ദേഹത്തിന് കിട്ടിയത്. ഇത് തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹം അർഹിച്ചതും, ഇത് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിച്ചതും. തീർച്ചയായിട്ടും ഇനിയുള്ള നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിലും ഒരു PR-ന്റെ പവർ കൊണ്ട് കപ്പ് നേടിയത് കൊണ്ട് മാത്രം ബിഗ് ബോസ് വിന്നർ ആവുകയില്ല എന്നുള്ളത് ഇനിയുള്ള മത്സരാർത്ഥികൾക്കുള്ള ഒരു താക്കീത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് തന്നെയാണ് നമ്മുടെ കിള്ളം ഫിറോസ്ക ഈ വീഡിയോൻ്റെ ആദ്യം തന്നെ ഞാൻ വെക്കാനുള്ള കാരണം. സ്ക്രിപ്റ്റഡ് പോലത്തെ ഒരു പരിപാടി തന്നെയാണ് ബിഗ് ബോസ്. അദ്ദേഹം പറഞ്ഞ 100 അക്ഷരാർത്ഥത്തിൽ 100% ശരിയാണ്. കാരണം അദ്ദേഹം പറയുന്നുണ്ട് 75ാമത്തെ ദിവസം ഏകദേശം ഒരു വലിയ ഒരു ഗെയിമറെ തീർച്ചയായിട്ടും ബിഗ് ബോസ് പറഞ്ഞു വിടുമെന്ന് അദ്ദേഹം പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം നമ്മുടെ ആര്യൻ്റേത് ഒരു അൺഫെയർ എവിക്ഷൻ ആണ് എന്നത് 100% ഇല്ലെങ്കിൽ 90% ആൾക്കാരും അംഗീകരിക്കുന്ന കാര്യമാണ്. അത്രയ്ക്ക് നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തെ പെട്ടെന്ന് പുറത്താക്കിയപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് എന്നാൽ മാത്രമേ ബിഗ് ബോസിനെ കുറിച്ച് ആ സമയത്ത് ആൾക്കാരുടെ ഇടയിൽ ഒരു ചർച്ച ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ കൂടുതൽ ആൾക്കാർ ബിഗ് ബോസ് കാണാനും അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാനുമുള്ള എല്ലാ സാഹചര്യവും അദ്ദേഹം ഒരുക്കുകയാണ്. അങ്ങനെ തന്നെ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ മോഹൻലാലിൻ്റെ വലത്തുഭാഗത്ത് നിന്നുള്ള കൈ ഉയർത്തിക്കൊണ്ട് ആളെ ജയിച്ചതായി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ പ്രാവശ്യം എല്ലാവരും ആഗ്രഹിച്ചത്, ശരിക്കും അവിടുത്തെ ക്രൂ വരെ ആഗ്രഹിച്ചതും അതുപോലെ തന്നെ അഭിപ്രായപ്പെട്ടത് അനീഷ് ഏട്ടനാണ് വിജയിക്കുക എന്നായിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ബിഗ് ബോസ് മറ്റൊരു തീരുമാനമെടുത്തു, അനുമോളെ വിജയിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ അനീഷ് ഏട്ടൻ്റെ കട്ട ആരാധിക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ബിഗ് ബോസ് തുടങ്ങിയത് മുതൽ നമ്മുടെ അനീഷ് ഏട്ടനെ സപ്പോർട്ട് ചെയ്ത ഒരു മനുഷ്യനാണ് നമ്മുടെ ബീവി താത്ത എന്ന് പറയുന്നത്. ആ ബീവി താത്തയെ അറിയാത്ത ആരും തന്നെ ഈ ബിഗ് ബോസ് കാണുന്ന ആരും തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏറ്റവും നല്ലൊരു പ്രേക്ഷകർക്കും അതുപോലെ തന്നെ അഭിപ്രായം പറയുന്ന ആൾക്കുമുള്ള ഒരു അംഗീകാരം എന്ന നിലയിൽ ലാലേട്ടൻ തന്നെ അവരെ വിളിച്ച് ആദരിക്കുന്നതും അവരുമായി സംസാരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും ബീവി താത്ത ഈ ഒരു ജയം അംഗീകരിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വ്യൂവിൽ പറയുകയാണെങ്കിൽ. തീർച്ചയായിട്ടും ജയിച്ചത് അനീഷ് ഏട്ടൻ തന്നെയാണ് എന്ന് നമ്മുടെ ബീവി താത്ത ആ ഒരു റിവ്യൂ സമയത്ത് ലാലേട്ടൻ കൈപ്പിടിച്ച് പൊന്തിക്കുന്ന സമയത്ത് വീത്തയുടെ എക്സ്പ്രഷൻ കണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് കണ്ണ് നിറഞ്ഞു പോകുമെന്നുള്ളതാണ്. എല്ലാവരും കണ്ടു കാണും എന്ന് തീർച്ചയായിട്ടും കാണാത്തവർക്കായി ആ രംഗം ഒരിക്കൽ കൂടി. അധികാരമായിട്ട് ഞാൻ എടുക്കുന്നു. ഈ വർഷത്തെ മത്സരാർത്ഥിയെ അനൗൺസ് ചെയ്യുന്നത് എന്റെ അധികാരമായിട്ട് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടുകൂടി വിജയം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 7 വിന്നർ അയ്യോ അനീഷ് തോറ്റടാ. അനീഷ് തോറ്റു. എനിക്ക് അപ്പോഴേ തോന്നി ഇത് അവസാനം ഇങ്ങനെ തന്നെ ആവും. എന്നാലും ജനങ്ങളുടെ മനസ്സിൽ അനീഷ് അല്ലയോടാ ജയിച്ചത്. എല്ലാ ജനങ്ങളുടെ മനസ്സിൽ മാത്രമല്ല, യൂട്യൂബില്, ഫേസ്ബുക്കില്, ഇൻസ്റ്റാഗ്രാമില് എല്ലാ പോളും ജയിച്ചത് അനീഷ്. അതാ ഏറ്റവും കൂടുതൽ വോട്ടിൽ അൺഒഫീഷ്യലി ജയിച്ചത് അനീഷ്. ഇതിന്റെ അകത്ത് മാത്രം PR ജയിച്ചു. ജനങ്ങളുടെ മനസ്സിൽ അനീഷ് തന്നെ ജയിച്ചത്. ജനങ്ങളുടെ മനസ്സിൽ അനീഷ് തന്നെ ജയിച്ചത്. അതെന്തുവാ അത്? അതുകൊണ്ടല്ലേ നമ്മൾ കേക്ക് മേടിച്ചു വെച്ചേക്കുന്നത്. കേക്ക് നമ്മൾ മുറിക്കും, അതിനുള്ള പ്രൈസ് അല്ല നമ്മൾ നോക്കുന്നത്, കേക്കാണ് നോക്കുന്നത്. കേക്ക് മുറിക്കും. അനീഷ് വിന്നർ എന്നുള്ള കേക്ക് തന്നെ ഇവിടെ മുറിക്കും.
എന്നാലും അതെന്തൊരു അപ്പൊ ആളുകൾ പറയാം ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് വോട്ട് ചെയ്തവർ ഞങ്ങൾ പി ആർ ആണെന്ന്. അവര് പി ആർ അല്ല, പക്ഷെ പി ആർ ഇഷ്ടം പോലെ ഉണ്ടല്ല. ഇറങ്ങിപ്പോയ അക്ബർ, ഇറങ്ങിപ്പോയ ഷാനവാസ്, അവരാരെങ്കിലും പറഞ്ഞോ? എല്ലാരും അനീഷിന്റെ പേരാണ്. അനീഷിന്റെ പേരാ പറഞ്ഞത്. ഒരാളെ എടി പൊടിയെന്ന് വിളിച്ചിട്ടില്ല, അയാൾ ഒരു പോസ്റ്റർ അവിടെ കാണിച്ചു. അല്ല, ഈ സീസൺ 7 അനീഷിന്റെ പേരിൽ അറിയപ്പെടും. ഞാനെന്നായാലും അങ്ങനെ പറയും. എത്ര വർഷം കഴിഞ്ഞാലും റോബിന്റെ സീസൺ, അഖിൽ മാരാറുടെ സീസൺ, അനീഷിന്റെ സീസൺ. റോബിനാണോ ജയിച്ചല്ലോ? അല്ല, അനീഷിന്റെ സീസൺ എന്നേ പറയൂ, സീസൺ 7. എന്നാലും ഇത് ഭയങ്കര ഒരു സംഭവം, ഭയങ്കര സംഭവം തന്നെ ഇത്. ഇപ്പൊ ഇനിയിപ്പം പി ആർ എന്ന് പറഞ്ഞതിന് ഇപ്പൊ വരും ആളുകള് ഇളവി. അല്ല, പി ആർ എന്ന് പറഞ്ഞതിന് ഇളവി വരും ആളുകള്. എന്തായാലും 100% പി ആറിന്റെ ബലം കൊണ്ട് മാത്രമേ ജയിച്ചു. അവിടുത്തെ വോട്ട് കണ്ടില്ലയോ? അതല്ലേ, പൈസ ഇല്ലാത്തവർക്ക് ജയിക്കാൻ പറ്റത്തില്ല. പക്ഷെ അയാള് പാവം, അയാൾ ജയിക്കുമെന്ന് വിചാരിച്ചു. വല്ലാത്ത അവർക്ക് വരെ സന്തോഷം, ആ ഇരിക്കുന്നവർക്ക് വരെ അനീഷിന്റെ കാര്യം പറയുമ്പോ വല്ലാത്ത സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഇതൊരു ഷോ അല്ലേ അമ്മ? ഷോ ആണെങ്കിലും അനുമോള് ജയിച്ച, അനുമോക്ക് ഒരു അവസരം കിട്ടി, അനുമോൾ നമ്മൾ അഭിനന്ദിച്ച് വിടുക, അല്ലാതെ അഭിനന്ദിച്ച് വിടുക. എന്നാലും ഞാൻ അനീഷിന്റെ പേര് കേക്ക് കെട്ടി. അനീഷ് തന്നെ വിന്നർ. സീസൺ 7 അനീഷ് തന്നെ വിന്നർ. അനീഷിന്റെ ജനങ്ങളുടെ മനസ്സിൽ അനീഷ് തന്നെ വിന്നർ. അല്ലെങ്കിൽ ആണ്ടെ നമ്മളെടുത്ത് ഈ വീഡിയോയിൽ ഒരു പോൾ ഇടാം, ആളുകൾ പറയട്ടെ, ജനങ്ങൾ പറയട്ടെ. ഇനി നമുക്ക് കേക്ക് കിട്ടിയാ പ്രേക്ഷകർക്കൊന്നും അത്രമാത്രം പരിചിതനായിട്ടുള്ള എല്ലാരും കേക്ക് കിട്ടിയാ എല്ലാരും ബാ എടാ കേക്ക് കിട്ടുന്നുണ്ടോ? ഇനി അടുത്തോട്ട് വാ. കേക്ക് കാണാം, അനീഷിന്റെ ഇവിടെ കാണീര്. കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. അടുത്തൊരു നന്ദിയുടെ ബിഗ് ബോസ് സീസൺ 7 വിന്നർ അനീഷ്. റിയാലിറ്റി ആണോ കഴിച്ചോ? ഒരു അവസരമാണ്. ഇനി അനീഷ് തന്നെ വിന്നർ. നമ്മളുടെ മനസ്സിൽ അനീഷ് തന്നെ വിന്നർ. ഇനി ആര് വിആറിനെ പറഞ്ഞെന്ന് പറഞ്ഞ് എന്നാന്ന് ചോദിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. വിവിത്താത്ത പറഞ്ഞത് 100% സത്യമാണ്. ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്ത, ജനങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന ജനഹൃദയങ്ങളിൽ വിജയിച്ചു കഴിഞ്ഞത് അനീഷേട്ടൻ തന്നെയാണ്. ഈ അനീഷേട്ടന് വേണ്ടി അവിടെ കേക്കും വാങ്ങി വെച്ചിരിക്കുകയാണ് വിവിത്താത്ത. ആ കേക്ക് ഞങ്ങൾ മുറിക്കും. തീർച്ചയായിട്ടും ജയിച്ചത് അനീഷേട്ടൻ തന്നെയാണ് എന്ന കാര്യത്തിൽ ജനഹൃദയങ്ങളിൽ വിജയിച്ചിരിക്കുന്ന അനീഷാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് നമ്മുടെ ബീവി ഉമ്മ പറയുകയാണ്. അത് തന്നെയാണ് സത്യം. ആ ഒരു ജനഹൃദയങ്ങളുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിലും അത്രമാത്രം വലിയ ജനാരവത്തോടു കൂടിയ ഒരു സ്വീകരണം അവരുടെ നാട്ടിൽ നമ്മുടെ അനീഷേട്ടനിൽ നിന്ന് കിട്ടിയത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത് തന്നെയാണ് വിജയം, ഇത് തന്നെയാണ് അദ്ദേഹം അർഹിക്കുന്നതും. തീർച്ചയായിട്ടും അല്ലാത്ത രീതിയിൽ വിജയിച്ച് കയറിയവർക്ക് കിട്ടുന്ന ഒരു പാരിതോഷികവും അതുപോലെ തന്നെ അതുമാത്രമല്ല ജനങ്ങളുടെ അംഗീകാരമാണ് ആത്യന്തികമായിട്ട് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത്. അത് യാതൊരു ശോഭയും കെടാതെ അനീഷേട്ടനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അങ്ങോട്ടുള്ള ജീവിതയാത്രയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് കിട്ടുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസിനുള്ള വാണിംഗ് എന്ന രീതിയിൽ തന്നെയാണ് അനീഷേട്ടൻ്റെ വീട്ടിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ അവിടുത്തെ ജനപ്രതിനിധിയും അതുപോലെ തന്നെ പഞ്ചായത്തിലെ അംഗവുമായ അദ്ദേഹം പറഞ്ഞ ഏതാനും ചില വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്. കണ്ണു തുറന്നു കാണുക, ബിഗ് ബോസിനുള്ള ഒരു വാണിംഗ് എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നമുക്കതിലെ ചെറിയൊരു ഭാഗം. നാടിന്റെ അഭിമാനമായ ഈ അനീഷിനെ സമ്മാനിക്കുന്നു. ഇന്ന് നമ്മുടെ മലയാളക്കര ചർച്ച ചെയ്യുന്ന പേര് അനീഷ് തറയില് കോടന്നൂർ ഗ്രാമത്തിന്റെയും പാർലം പഞ്ചായത്തിന്റെയും വികാരമാണ്, അഭിമാനമാണ്. ഇന്ന് കോടന്നൂരിൽ ആയിരക്കണക്കിന് ആളുകളാണ് അനീഷിന് സ്വീകരണം നൽകാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. അത് ബിഗ് ബോസിനുള്ള ഒരു മുന്നറിയിപ്പാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോഴും തടിച്ചു കൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ ബിഗ് ബോസ് കഴിഞ്ഞാലും അതിൻ്റെ അലയൊലികൾ എവിടെയും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. എവിടെയും ഈ PR-നെ കുറിച്ചും ബിഗ് ബോസിൻ്റെ ഈ ചെറ്റത്തരത്തിനെ കുറിച്ചുമുള്ള സംസാരങ്ങൾ മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത്. അത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം അല്ലെങ്കിൽ ബിഗ് ബോസും ഒരു കോമണറായ ഒരു മനുഷ്യനെ വിജയിയായി പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് കുറച്ചിൽ പോലെ നമ്മുടെ ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മോഹൻലാൽ അടക്കമുള്ള ഈ സംവിധാനം കണ്ടോ എന്ന് സംശയിക്കേണ്ടതായിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏകദേശം 90-95 ദിവസത്തോളം മുന്നിട്ട് നിന്ന അനീഷിൻ്റെ വോട്ടിംഗ് പാറ്റേൺ വരെ പുറത്തേക്ക് എത്തിച്ച് വിവരങ്ങൾ കൊടുത്തുകൊണ്ട് അനുവിനെ വിജയിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും ബിഗ് ബോസ് അധികൃതരുടെ ഭാഗത്തുനിന്ന് വരെ ഉണ്ടായോ എന്ന് വരെ നമ്മൾ സംശയിക്കേണ്ടതായിരിക്കുന്നു. കാരണം എങ്ങനെയാണ് ഈ 90 ദിവസത്തോട് അടുപ്പിച്ച് VM വിനു എന്ന് പറയുന്ന നമ്മുടെ അനുവിൻ്റെ PR വരെ പറയുന്നുണ്ട് ഇത്ര ലക്ഷം വോട്ടുകൾക്ക്
ഇപ്പോൾ അനീഷ് ഏട്ടൻ മുന്നിലാണ്. അത് ഞങ്ങൾ അത്രയും പെട്ടെന്ന് ഞങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് തിരിച്ചറിവിന് കയറാൻ വേണ്ടി സാധിച്ചത് എന്നെല്ലാം പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ പുറത്ത് അറിയുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ ഫിറോസ് ഖാൻ ഈ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത്. സോഷ്യൽ മീഡിയ ഇതിൽ വലിയ ഒരു പ്രാതിനിധ്യം വഹിക്കുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയ കൂടുതൽ ചർച്ച ചെയ്യുന്ന ആൾക്കാരെയാണ് അവർ കണ്ടന്റ് മേക്കറായിട്ട് അവിടെ തന്നെ നിർത്തുന്നതും ബാക്കിയുള്ളവരെ പറഞ്ഞു വിടുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ബിഗ് ബോസിന്റെ ഒരു പോളിസി. ആത്യന്തികമായിട്ട് അവർ ഒരാളെ നിശ്ചയിക്കുന്നു, അവർക്ക് തന്നെയാണ് ബിഗ് ബോസിന്റെ കപ്പ് കൊടുക്കുന്നതും. അത് തന്നെയാണ് ഇത്രയും കാലമുള്ള ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ മണിക്കുട്ടൻ നേടിയ കപ്പ് മുതൽ നമ്മൾ കണ്ടതാണ്. ജിൻഡോ നേടിയ കപ്പും അതുപോലെ തന്നെ ഇപ്പോൾ അനുമോൾ നേടിയ കപ്പും ഇതിൽ യാതൊരു മാറ്റവും ബിഗ് ബോസ് വരുത്തിയിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ സാർവത്രികമായി ജനങ്ങൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിൽ നിന്ന് അകന്നു പോകുക തന്നെ ചെയ്യും. ഒരു കാരണവശാലും ഇനി ഞങ്ങൾ ഈ പരിപാടി കാണണോ വേണ്ടയോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ജനങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ജനങ്ങൾ അംഗീകരിക്കുന്ന, ജനങ്ങൾ വോട്ട് ചെയ്യുന്ന, ജനങ്ങൾ സ്നേഹിക്കുന്ന മത്സരാർത്ഥി വിജയിക്കുന്നില്ല എങ്കിൽ എന്താണ് ഈ ഷോയുടെ ഉത്തരവാദിത്തം, എന്താണ് ഈ ഷോ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും അവർ തന്നെ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം, ബൈ.